എല്ലാവർക്കും പ്രേരണയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് France before the revolution. So in the last class I had given a brief introduction about the French Revolution, a few theories and approaches, and in this class I'm trying to in fact analyze the social, economic and political situations or circumstances which prevailed in 18th century France, which led to this revolution. നിങ്ങൾ സ്കൂളിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പഠിക്കുമ്പം നിങ്ങൾക്ക് ഓരോ ഹെഡിങ്ങിൽ ഉണ്ടാവും. സോഷ്യൽ കോസസ്, ഇക്കണോമിക് കോസസ്, പൊളിറ്റിക്കൽ കോസസ് ആൻഡ് ഇന്റലക്ച്വൽ കോസസ്. 4 ഹെഡിങ്ങിലാണ് കാണാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെല്ലാം കൂടി ഒരു ഐ എം ട്രൈങ് ടു എൻകാപ്സുലേറ്റ് ഓൾ ദാറ്റ്സ് ഫോർ യു ആൻഡ് ടു ഇൻ ഫാക്ട് റാദർ ദൻ ഫോളോയിങ് ദ ഓൾഡ് വേ ഓഫ് putting it under social, economic and political reasons, let us try to analyze it all together. So the attempt is in that way in this particular class. So the first slide I have written here, the destruction of the old regime. Destruction of the old regime happened in the 1780s. 1780-കളിലാണ് നടക്കുന്നത്. ഇനി ഇതൊരു ഒരു കൊല്ലത്തെയോ ഒരു 2 കൊല്ലത്തെയോ 10 കൊല്ലത്തെയോ ഒന്നും സംഭവ വികാസമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായ ഒന്നല്ല. ദിസ് വാസ് ദ റിസൾട്ട് ഓഫ് many decades ഓഫ് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, ആൻഡ് you can trace that back to the 17th century. France in those years was ruled by the Bourbon dynasty. നിങ്ങൾ ഒരുപക്ഷെ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് ആണ് ബർബൻ ബിസ്ക്കറ്റ്. BOURBON, നോട്ട് ഈസ് നോട്ട് ദ പോയിന്റ്. BOURBON, ബർബൻ. ബർബൻ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ്, അങ്ങനെ ഓർത്താൽ മതി. ബർബൻ ഡൈനസ്റ്റി. So France was ruled by the Bourbon rulers, and they were not popular with the people. They ruled according to their whims and fancies, according to their discretion. And you have to know that when the king exploited the people, there were other classes also, the nobles and the clergy, who enjoyed all privileges, who were jealous of their privileges in fact. ഇതൊരു വിഭാഗമാണെങ്കിൽ വേറൊരു വിഭാഗമുണ്ട്, മെജോറിറ്റി. Those people who in fact were discontent with the kind of administration, the mismanagement, the huge taxation, inefficient governance, പല കാര്യങ്ങളുണ്ട് മെജോറിറ്റിക്ക് പറയാനുള്ളത്. ആ മെജോറിറ്റി ആരാണ്? ദ ബൂർഷ്വാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. യു കെൻ സേ ഇറ്റ് കംപ്രൈസ്ഡ് മെയിൻലി ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ദ പെസൻസ്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിൽ മിസ് പറയാൻ പോകുന്നത് ഈ ഒരു രാജാവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? ആരാണ്? ലൂയി 14th. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ട്രേസ് ഫോർ യു ഹൂ ദ ബോർബൻസ് വെയർ. ഓക്കെ, അപ്പം ലൂയി 14th പേര് അറിയുന്നത് കൊണ്ടാണ് ഈ ആളുടെ ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു റെവല്യൂഷൻ നോക്കുമ്പോൾ ഹി വാസ് നോട്ട് ദ കിങ് ഹു വാസ് റൂളിംഗ് അറ്റ് ദാറ്റ് ടൈം. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഭരിച്ചിരുന്നത്, അതായത് ഗ്രാൻഡ് സൺ ഇൻ ഫാക്ട് വാസ് റൂളിംഗ്. അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹി വാസ് എ ഡെസ്പോട്ട്. Okay, and we've already discussed the divine right theory, when the kings believed that they were sent by gods. Okay, they could rule according to their own interests. So he was a king who very much practiced the divine right theory. He even went to the extent of saying, I am the state. എനിക്ക് ശേഷം പ്രളയം. അങ്ങനെയുള്ള സാധാരണക്കാർക്ക് എന്ത് വെച്ചാലും അദ്ദേഹത്തിന്റെ വിഷയമായിരുന്നില്ല. ഹി entered into wars according to his own interest. He imposed taxation according to his own interest. He did not consult even the parliament. So that was the rule of Louis XIV. He was very powerful. Okay. ഇനി ഇദ്ദേഹം ഈ ബോർബൻ രാജവംശത്തിലെ പ്രധാനിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലെ ബോർബൻ രാജാവിനെ പറ്റിയിട്ടായിരുന്നു ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ലൂയി 16th. ഇപ്പൊ നടുക്കൊരാളുണ്ട്, ലൂയി 15th കേട്ടോ. ലൂയി 16th അച്ഛനായ ലൂയി 15th നടുക്കുണ്ട്.
അപ്പം ലൂയി 16th പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മിസ് ലൂയി 16th വരുന്നത്. അപ്പം ലൂയി 16th reigned or ruled from 1774 to 1792. Note the point, 1774 to 1792. ഓർക്കുമല്ലോ, ഇയേഴ്സ്. ഇനി അദ്ദേഹം എങ്ങനത്തെ രാജാവായിരുന്നു? ഹി വാസ് വെരി stubborn and unpredictable. ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഹി വാസ് വെരി പയസ് ആൻഡ് ഓണസ്റ്റ്. സത്യസന്ധനായ രാജാവായിരുന്നു, പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ഹി വാസ് നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഗവർണൻസ്. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു വെരി ട്രിവിയൽ മാറ്റേഴ്സ് സംടൈംസ്, ഇഗ്നോറിംഗ് ദ റിയൽ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. So he was not liked by the people. He was rather unpredictable, and people did not know what king would do when they had to face certain problems. ഇനി ഇതിനെയൊക്കെ കൂടാതെയോ രാജാവിന്റെ ഭാര്യയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. വേറൊരു ബിസ്ക്കറ്റാണ് മാറി ബിസ്ക്കറ്റ്, MARI, മാറി ബിസ്ക്കറ്റ്. എല്ലാവർക്കും പരിചയം ബിസ്ക്കറ്റ്. അപ്പൊ അങ്ങനെ ഓർക്കുക. her name was Marie Antoinette. That was her name. ഇനി ഇവരെ പറ്റി പറയുകയാണെങ്കിൽ what kind of a queen was she? She was poorly educated. വിദ്യാഭ്യാസം ഒന്നും കാര്യമായിട്ടില്ല. She was an extravagant lady who in fact forced her husband, coaxed and cajoled her husband in many things. She influenced in various matters. She wanted a luxurious life. She wanted to live in luxury. So her influence was there very much as far as Louis XVI was concerned. And even patti parayanengil, she was living an isolated life in the confines of the palace of Versailles. She did not have much exposure to what was happening outside. She did not try to know in fact what was the real condition of the poor people outside. So she was not the kind of a queen that the people wanted. Okay, അപ്പം അവരുടെ രണ്ടുപേരുടെയും ഇമേജ് കാണിച്ചു തരാം. ഇത് ലൂയി 16th ഇമേജ് ആണ്. ഓക്കെ, ഇദ്ദേഹമാണ് ഈ കാലഘട്ടത്തിലെ ഫ്രാൻസിന്റെ രാജാവ്. ഇനി മാറി ആന്റോണറ്റിന്റെ ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത്. അവരും അവരുടെ കുട്ടികളുമായിട്ടുള്ള ഫോട്ടോ ആണ്. ഇവര് രണ്ടുപേരെയാണ് പിന്നീട് ഫ്രഞ്ച് ജനത ഗില്ലറ്റീൻ ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം ഇഷ്ടമില്ലാത്ത രാജാവും രാജ്ഞിയുമാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഫ്രാൻസിലെ ജനറലായ അവസ്ഥയെ പറ്റിയിട്ടാണ്. So let us see that regarding the social background, you have to know that France in fact had very much the elements of feudalism in the 18th century also. അതായത് ഫ്യൂഡൽ രീതിയിലുള്ള ഭരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. So you can see that by 1718s, however, the social and economic foundations of the old regime began to crumble. ഇല്ലാതായി പോകാൻ കാരണമായി. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സ്കൂളിലൊക്കെ അറിയുന്ന കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ വേറെ പറയാത്തത്. 3 എസ്റ്റേറ്റ്സ് ആയിട്ടാണ് ഫ്രഞ്ച് ജനതയെ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ലർജി. ക്ലർജി ആരാണ്? ചർച്ചുമായി ബന്ധപ്പെട്ട്. ചർച്ച് വാസ് വെരി പവർഫുൾ. ബട്ട് ഐ ഹവ് ഗിവൻ ഹിയർ ഇൻ പോയിന്റ് അപ്പർ ക്ലർജി ആൻഡ് ലോവർ ക്ലർജി. അപ്പർ ക്ലർജി ആൻഡ് ലോവർ ക്ലർജി. അപ്പർ ക്ലർജി എന്ന് പറയുമ്പോൾ ബിഷപ്സ് ആൻഡ് ദോസ് ഹു വെയർ ഇൻ ദ അപ്പർ എച്ചലൻസ്. Okay, those people who had considerable influence in various matters, because church controlled a lot of affairs. Church could collect tithe. Church owned a lot of property. So these upper clergy, they in fact led a very happy life. ഇത് ലോവർ ക്ലർജിക്ക് ബാധകമല്ല. സാധാരണയായുള്ള പ്രീസ്റ്റ് അവർക്കൊന്നും ഒരു യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത സാധാരണക്കാരായിരുന്നു. അപ്പൊ അതാണ് അങ്ങനെ ഓർക്കുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പർ ക്ലർജിയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോബിൾസ് ആണ്, നൊബിലിറ്റി. ഓക്കെ, നൊബിലിറ്റി എന്ന് പറയുമ്പം നോബിൾസ് ഹു ഓൺഡ് ദ മേജർ ചങ്ക് ഓഫ് ലാൻഡ് ഇൻ ഫ്രാൻസ്. വളരെ ചെറിയ 2% വരുന്നില്ലേ ശരിക്കും അപ്പർ ഈ ക്ലർജി ആൻഡ് നോബിൾസ്, മാക്സിമം 5%. പക്ഷെ ലാൻഡിന്റെ ഏറിയ ഭാഗവും ഈ നോബിൾസിന്റെ കയ്യിലാണ്. ഈ നോബിൾസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 ടൈപ്സ് ഓഫ് നോബിൾസിനെ കാണാം. നോബിൾസ് ഓഫ് ദ സോഡ് ആൻഡ് നോബിൾസ് ഓഫ് ദ റോഡ്. 2 ടൈപ്പ്. അപ്പൊ ഈ ഫസ്റ്റ് വൺ ഏതാ? നോബിൾസ് ഓഫ് ദ സോഡ് എന്ന് പറഞ്ഞാൽ those who were nobles because of their lineage. അതൊരു കാരണം.
അല്ലെങ്കിൽ ദോസ് ഹു വെയർ എന്നോബിൾഡ് ബൈ ദ കിങ്. രാജാവ് ചിലപ്പം ഒരാളെ നല്ല സർവീസ് കാരണം നോബിൾ ആക്കാം, അങ്ങനെയാണ്. അപ്പം അതാണ് നോബിൾസ് ഓഫ് ദ സോൾഡ്. ദോസ് ഹു വെയർ ഡിസെൻഡൻസ് and those who were ennobled, E-N-N-O-B-L-E-D, those who were ennobled by the ruler. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. നോബിൾസ് ഓഫ് ദ റോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വിഭാഗമാണ്. ദോസ് ഹു വേർ സേ അഡ്മിനിസ്ട്രേറ്റർ, ജഡ്ജസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, വളരെ വലിയ പദവിയിലുള്ള ആൾക്കാർ. ദോസ് ഹു ബിക്കെയിം നോബിൾസ് ദാറ്റ് വേ ബിക്കോസ് ഓഫ് ദെയർ പൊസിഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ പൊസിഷൻ. അപ്പോൾ നോബിൾസ് ആൻഡ് സോൾഡ് ആൻഡ് നോബിൾസ് ഓഫ് ദ റോബ് ഇവർ തമ്മിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അവരുടെ ഒരു പൊസിഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ലാൻഡ് ഇവരുടെ കയ്യിലായിരുന്നു. നോബിൾസ് ഓഫ് ദ റോബാണ് 1789 കൂടുതലായിട്ടും ശക്തി ആർജിച്ചതെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇനി തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ജനത, ഒരു 95 അല്ലെങ്കിൽ മാക്സിമം നമുക്ക് 98% ഓഫ് ദ പോപ്പുലേഷൻ ദേ ബിലോങ് ടു ദിസ് കാറ്റഗറി. ഇനി ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് പെസൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വെൻ യു ടേക്ക് ദ ഹോൾ ഓഫ് യൂറപ്പ്, their position was slightly better than the peasants of the other parts of Europe. പക്ഷേ എന്നിരുന്നാലും they had their reasons for discontentment. They were not happy with the governance. Condition was bad actually because they did not have large holdings. വളരെ ചെറിയ വളരെ മിനിമം ലാൻഡ് കേട്ടുള്ള ആൾക്കാരാണ്. So they owned less than 1/3 of the whole land. See, 98% of the population owning less than 1/3 of the land. So that is a disparity which you have to notice. ഇനി വളരെ മോശമായ കാലാവസ്ഥയാണെങ്കിൽ അവർക്ക് മിക്കവാറും ദാരിദ്ര്യവും പട്ടിണിയും starvation പട്ടിണിയൊക്കെയാണ്. അപ്പം ഫാമിൻസ് വേർ കോമൺ. ഫാമിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷാമം, അതൊക്കെ സാധാരണയായിരുന്നു എന്നുള്ളതാണ്. So peasants when they lost their holdings, നാട്ടിലൊന്നും പണിയില്ലാതാകുമ്പം അവർ അലഞ്ഞു തിരിഞ്ഞിട്ട് എവിടെ എത്തും, സിറ്റീസിലേക്ക് പോകും. അങ്ങനെ ദേ ബിക്കെയിം ബ്രിഗാൻസ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ ഒരു റൂൾസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ ആൾക്കാരായി മാറി. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടത്തിലെ എക്കണോമിക് റീസൺസ് എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു, ഈ പറഞ്ഞതൊക്കെ തന്നെ കൂട്ടി വായിച്ചാൽ മതി. പ്രൈസസ് ഓഫ് ദ കമോഡിറ്റീസ് വെർ വെരി ഹൈ. അതുകൂടാതെ നമുക്കറിയാം പ്രൈസസ് കൂടും എന്തുണ്ടാവും, പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. സോ ഹാർഡ്ഷിപ്സ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം വേറൊരു ഭാഗത്തുണ്ടായി. പിന്നെ എന്തൊക്കെയാണ് ഈ സാധാരണ ജനങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പല വിഭാഗങ്ങൾക്കായിരുന്നു ടാക്സ് കൊടുക്കേണ്ടത്. ടു ദ ചർച്ച് ദേ ഹാഡ് ടു പേ ടൈറ്റ്. നമ്മൾ പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ പഠിച്ചിട്ടുള്ളതിന് ഈ ഒരു കാലഘട്ടത്തിലും ഫ്രാൻസിൽ അങ്ങനെ തന്നെയാണ്. ദേ ഹാഡ് ടു പേ ടൈറ്റ്. ടു ദ നോബിൾസ് അതെന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഫ്യൂഡൽ ഡ്യൂസ്, മെനോറിയൽ ഡ്യൂസ്. മാനറിലാണല്ലോ ഉണ്ടാവുക. അപ്പം രാജാവിൻ്റെ എന്താ പറയുക റോഡ് ഉപയോഗിക്കുക, രാജാവിൻ്റെ മില്ല് ഉപയോഗിക്കുക, ബേക്കറി ഉപയോഗിക്കുക, അപ്പോൾ ഇതിനൊക്കെ കൊടുക്കണം എന്ത് ടാക്സ്. അപ്പം ലോഡിൻ്റെ അപ്പം ആർക്ക് കൊടുക്കണം, ചേർച്ചിന് കൊടുക്കണം, നോബിൾസിന് കൊടുക്കണം. പിന്നെ സ്റ്റേറ്റ്, to the state they had to pay other income tax, poll tax, അങ്ങനെ പല ടാക്സ്. ഇതെല്ലാം കൂടാതെ there was a tax known as gabel. Note the point, G-A-B-E-L-L-E. gabel എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടാക്സ് ആണ്. It was a tax which they had to pay in order to purchase salt. ഉപ്പ് വാങ്ങാൻ. നമ്മുടെ നാട്ടിൽ ദണ്ഡി ഭാഷയൊക്കെ ഉപ്പിൻ്റെ പേരിലാണല്ലോ ഉണ്ടായിരുന്നത്, ദണ്ഡി സമരം. അപ്പം ഗാന്ധിജി നയിച്ച സമരം. ഇവിടത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഉപ്പിന് ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഓൾസോ ഫ്രം ദ ഗവൺമെൻറ് ഏജൻസ് അറ്റ് എ വെരി ഹൈ പ്രൈസ്. ഉപ്പില്ലാതെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പിന് മേലുള്ള ടാക്സാണ് ഗബൽ. ഓക്കെ, സോ അതൊക്കെയാണ് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒന്നും ഇവിടെ 2 ഇമേജസ് കൊടുക്കുന്നുണ്ട്. വിഷ് യു ക്യാൻ, വേറെ ഒന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ലെങ്കിലും ഈ ഒരു ഇമേജ് ഓർത്താൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഫ്രാൻസ് 1780-കളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പാവം പെസന്റ്, യു ക്യാൻ സീ ഹിം, ഓക്കെ, ബെൻഡ് ഫോർവേഡ്. അതിൻ്റെ മേലെ തടിച്ചിട്ടുള്ള ഒരു നോബിളും ഒരു ക്ലർജി അല്ലെങ്കിൽ നമ്മളെ ചേർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത 2 ആൾക്കാർ. അയാൾ പുറത്ത് കയറിയിരിക്കാൻ എല്ലാ ബേർഡനും. He was the beast of burden. You can see him supporting these 2 people. ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേൾക്കാതെ തന്നെ നിങ്ങൾക്ക് എസ് എഴുതാൻ പറ്റും. ഒരു ഇമേജ് കൂടെ കാണിച്ചു തരാം.
ദിസ് ഇസ് അഗൈൻ വേറൊരു ഇമേജ്. കല്ലിട്ടിരിക്കുകയാണ്. നോക്കൂ, ഒരു പെസന്റ് കിടക്കാണ്, അതിൻ്റെ മേലെ ഒരു കല്ലിട്ടിരിക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു ബിഷപ്പ് ഉണ്ട്, ഒരു നോബിൾ ഉണ്ട്. upper clergy and the nobles exploiting the poor peasants. ഈ ഒരു രണ്ട് ഇമേജുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ you will be able to write properly about what was France before the revolution. Okay, so that is for today. Next class I'll be discussing on the intellectual backup which France had in that period. ആരൊക്കെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ ആൻഡ് ഓൾസോ ദ ഫിസിയോക്രറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ പറ്റിയിട്ടാണ്, ഫിലോസഫ്സ് എന്ന് പറയുന്ന വിഭാഗം, അവരെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ആൻഡ് ലേറ്റർ ദ കോഴ്സ് ഓഫ് ദ റെവല്യൂഷൻ. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.